മാമോഗ്രാമിലും സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ. അതിൻ്റെ റിസൾട്ടും ഞാൻ ഒറ്റയ്ക്ക് ചെന്നാണ് മേടിച്ചത്. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ടുവന്ന് 2-3 ദിവസം ഭദ്രമായി വെച്ചു. ഞാനൊരു മനുഷ്യനോടും പറഞ്ഞില്ല. ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണു സുധിക്ക് ക്യാൻസർ ആണെന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിപ്പിച്ചു വരുന്ന വാർത്തകൾ ശരിവെച്ച് രേണു തന്നെ രംഗത്ത്. തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നും രോഗം ഇപ്പോൾ 3-ാം ഘട്ടത്തിലാണെന്നും രേണു സുധി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസ് രേണുവിൻ്റെ രോഗവിവരം പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി രേണു നേരിട്ടെത്തിയത്. എനിക്ക് ക്യാൻസറാണ്. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് ഞാനത് മറച്ചുവെച്ചു. പക്ഷേ ഇപ്പോൾ അത് പറയാൻ സമയമായി എന്ന് തോന്നുന്നു. പല തെറ്റിദ്ധാരണകളും ആളുകൾക്കിടയിലുണ്ട്. ഇത് ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചതെന്ന് പലരും കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. ആദ്യമായി ബ്രസ്റ്റിൽ ഒരു മുഴ ശ്രദ്ധിക്കപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസർ ആയിരിക്കുന്നത്. രേണു സുധി വെളിപ്പെടുത്തുന്നു. അന്ന് പ്രായക്കുറവ് കാരണം അത് കാര്യമാക്കിയില്ല. വീട്ടുകാരോടും പറഞ്ഞില്ല. പിന്നീട് ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ച് ബയോപ്സി ചെയ്തു. അന്ന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നുവെങ്കിലും ഭാവിയിൽ ഇത് ക്യാൻസർ ആയേക്കുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ തൊട്ടു മുമ്പ് കഴിഞ്ഞ അപ്പൻഡിറ്റീസ് ഓപ്പറേഷത്തിന്റെ വേദനയും പേടിയും കാരണം തുടർ ചികിത്സ നടത്താൻ താൻ മടിക്കുകയായിരുന്നുവെന്നും രേണു പറയുന്നു. സുധിച്ചേട്ടൻ്റെ മരണശേഷം ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കാനിംഗ് റിസൾട്ട് കണ്ട് സംശയം തോന്നിയപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. മാമോഗ്രാമിലും സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെന്നാണ് മേടിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് 2-3 ദിവസം ഭദ്രമായി വെച്ചു. ഒരു മനുഷ്യനോട് ഞാനത് പറഞ്ഞില്ല. മാനേജർ കരിഷ്മയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം എന്നോട് ചോദിച്ചത്. പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി. കരിഷ്മയാണ് ചേച്ചിയോട് പറഞ്ഞത്. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നെ മെഡിക്കൽ കോളേജിലും പരിശോധിച്ചു. മെഡിക്കൽ കോളേജിലും ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. 3-ാമത്തെ സ്റ്റേജ് കഴിയുന്ന ഘട്ടത്തിലാണ് ഡോക്ടർ പറയുന്നത് കീമോതെറാപ്പി തുടങ്ങണമെന്ന്. ഉടനെ അത് തുടങ്ങും. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും മാനേജർക്കും വീട്ടുകാർക്കും കസിൻസിനും മാത്രം അറിയുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരുമായി പങ്കുവെക്കുന്നത്. മുന്നോട്ട് നമുക്ക് ജീവിക്കണമെന്നൊരൊറ്റ ചിന്തയാണ് ഇപ്പോൾ എന്നെ നയിക്കുന്നത്. പെൺകുട്ടികൾക്ക് ശരീരത്തിൽ വേദനയില്ലാത്ത മുഴ ഒക്കെ വന്നാൽ ശ്രദ്ധിക്കുക. ഡോക്ടറെ കാണുക. വേദനയില്ലെന്നോർത്ത് വെച്ചുകൊണ്ടിരിക്കരുത്, രേണു കൂട്ടിച്ചേർത്തു.